കുഞ്ഞിച്ചോ മിന്നസാൻ വൺ പീസിന്റെ ചാപ്റ്ററായുള്ള 1184 മലയാളം മാങ്ക എക്സ്പ്ലനേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, എനിക്കറിയാം വൺ പീസിന്റെ ചാപ്റ്റർ ഞാൻ ഇടാനായിട്ട് ശരിക്കും താമസിച്ചെന്ന്, പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, കുറച്ച് കാര്യങ്ങൾ അങ്ങനെ വന്നു, അതുകൊണ്ട് ഈ വീഡിയോ ഇടാൻ സാധിച്ചില്ല. സോ നമുക്കെന്തായാലും ഇന്നത്തെ ചാപ്റ്ററിലേക്ക് നേരെ കിടക്കാം. ആൻഡ് ഈ ചാപ്റ്ററിനകത്ത് നമ്മുടെ എൽബഫിന്റെ കണ്ടിന്യൂഷൻ അല്ല, പകരം നമ്മുടെ ബ്രൂക്കിന്റെ ആ ഒരു പാസ്റ്റ് ലൈഫിനെ പറ്റിയുള്ള പല കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. സോ അധികമൊന്നും വൈകാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം. സോ അതിനു മുമ്പ് നമ്മുടെ പേജിൽ ലൈക്ക് ചെയ്തിട്ടുണ്ടെന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്നും ഷെയർ ചെയ്തിട്ടുണ്ടെന്നും എന്തായാലും ഒന്ന് ഉറപ്പുവരുത്തിയേക്ക്. അങ്ങനെ ഈ ചാപ്റ്ററിന്റെ പേര് തന്നെ ഓൺലി ബോൺസ് ഗെറ്റ് ലെഫ്റ്റ് ബിഹൈൻഡ് എന്നാണ്. ചാപ്റ്ററിന്റെ കവർ പേജിനകത്ത് നമുക്ക് നമ്മുടെ ബ്രൂക്കിൻ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അവനായിട്ട് കുറച്ചധികം ജെല്ലി ഫിഷ് കാരണം കറണ്ട് അടിക്കുന്ന ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. അങ്ങനെ ഈ എപ്പിസോഡ് ഒഫീഷ്യലി കിടക്കാൻ നേരത്ത് ബ്രൂക്കിന്റെ ആ ഒരു യങ് റിയേഴ്സാണ് കാണാൻ സാധിക്കുന്നത്. നമ്മുടെ എസ്പിറ കിണ്ടത്തിലെ ആ ഒരു പ്രിൻസസിനെ ആ ഒരു മാരേജിന്റെ പ്രായം എത്തി, അതായത് 14 വയസ്സോളം എത്തി. ഇതറിഞ്ഞപ്പോൾ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു 5 പ്രിൻസ്, ആ രാജ്യത്തിന്റെ പറ്റുണ്ടായിരുന്ന ആ ഒരു 5 പ്രിൻസ് ഇവിടെ എക്സ്ട്രാ ഓർഡിനറി ബ്യൂട്ടി കണ്ടിട്ട് ഇവളെ കാണാനായിട്ട് വന്നു. പിന്നെയാണ് നമ്മുടെ പ്രിൻസസ് ഷൂറിനെ കാണിക്കുന്നത്. എന്നാൽ ഇതേ സമയം കുറച്ചുപേര് നേരെ നിലത്തേക്ക് വീണ്. അത് ആ പ്രിൻസ് ഒക്കെ ആയിരുന്നു. ആ സമയത്ത് തന്നെ അവൾ പറയുകയും ചെയ്യും, നിങ്ങളെല്ലാവരും വീക്കാണ്, ഞങ്ങളോട് ക്ഷമിക്കൂ, എനിക്ക് വീക്കാളിലെ പിന്നെ പാട്ടറിയാത്ത ആരും തന്നെ ഇഷ്ടമല്ലെന്നും കൊണ്ട് അവൾ ഉച്ചത്തിൽ കിടന്ന് ബഹളമുണ്ടാക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ബ്രൂക്കിനെ പ്രിൻസസ് ഷൂറിനെയാണ്. ബ്രൂക്കാട്ടെ ആ സമയത്ത് എസ്പിറയുടെ ഗാർഡ്സിന്റെ അകത്ത ഒരു കമാൻഡർ ആയിരുന്നു. ബ്രൂക്കിനപ്പോ ഏകദേശം 27 വയസ്സാണ് ഉള്ളത്. പ്രിൻസസ് ഷൂറി, ബാക്കിയുള്ളവരുടെ കാര്യത്തിലൊക്കെ താങ്കൾ തീരുമാനമാക്കിയെന്ന് കേട്ടു. പിന്നെ അല്ലാതെ ബ്രൂക്ക്, ഞാൻ ശരിക്കും സ്ട്രോങ്ങർ അല്ലേ? അല്ലെങ്കിൽ നിനക്ക് സ്ട്രോങ് ഉള്ള ഹോംസ് ആണല്ലോ ഇഷ്ടം. അത് മാത്രമല്ല, ഞാൻ ഇനി സ്ട്രോങ്ങർ ആയി മാറും, ഇനി ക്യൂട്ടൊക്കെ ആകുന്നതുകൊണ്ട് അവൾ ഒരു എക്സ്പ്രഷൻ ഒക്കെ ഇടുകയും ചെയ്യും. ഈ സമയത്ത് തന്നെ ബ്രൂക്ക് പറയുന്നുണ്ട്, അല്ല നീ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല കേട്ടോ, നീ ഒരു പ്രിൻസസ് ആണെന്നുള്ള കാര്യം മറക്കണ്ട. അതുകൊള്ളാം ബ്രോക്ക്, ഞാൻ നിനക്ക് വേണ്ടി എന്റെ പലതും വലുതാക്കാൻ വേണ്ടി തയ്യാറാണ്. പ്രിൻസസ് ഷ്യൂറി അങ്ങനെ പറയരുത്. പക്ഷേ അടുത്ത സെക്കൻഡ് ബ്രോക്ക് അവിടെയുള്ള ഒരു പെങ്കൊച്ചിനെ കണ്ടിട്ട് അവന്റെ സ്ഥിരം ഡയലോഗ് അങ്ങോട്ട് ചോദിക്കും, അതൊന്ന് കാണിച്ചു തരുവാന്ന്. ഇത് കേൾക്കാൻ നേരത്ത് പ്രിൻസസ് ഷ്യൂറി അവളുടെ കയ്യിലുണ്ടെന്ന ഒരു സോടെടുത്ത് അവന്റെ തലയിലേക്ക് കണ്ടിട്ട് പറയും ചെയ്യും, കൊള്ളാം, ആരാണ് സംസാരിക്കുന്നത്? അങ്ങനെ സമയം കടന്നുപോയി. അവർ രണ്ടുപേരും കൂടെ ഒരു സ്ഥലത്ത് നിന്ന് പാട്ടൊക്കെ പാടിക്കൊണ്ടിരിക്കുകയാണ്. ബ്രോക്കിന്റെ പാട്ട് കേൾക്കാൻ അവൾക്ക് വളരെയധികം ഇഷ്ടമായിരുന്നു. ഈ സമയത്ത് അവൾ പറയുകയും ചെയ്യും, ശരിയാണ്, എനിക്ക് നിന്റെ പാട്ട് ഒത്തിരിയധികം ഇഷ്ടമാണ് പ്രിൻസസ്. താങ്കൾ മാത്രമല്ല, താങ്കളുടെ അച്ഛനായുള്ള മാജസ്റ്റിയും ഇത് തന്നെയാണ് പറയുന്നത്. പിന്നെ അല്ലാതെ എൻ്റെ അച്ഛന് നിന്നെ എന്ത് ഇഷ്ടമാണെന്നറിയാവോ? ആണോ? അങ്ങനെയാണോ? എൻ്റെ അച്ഛനെ മാത്രമല്ല, അമ്മേനെയും. പിന്നല്ല, അദ്ദേഹം എൻ്റെ ബെനഫാക്ടറാണ്. അതുമാത്രമല്ല, ഞാൻ നിന്റെ അച്ഛനെ കണ്ടില്ലായിരുന്നെങ്കിൽ എൻ്റെ എല്ലുകൾ മാത്രമേ ബാക്കിയുണ്ടാകത്തുള്ളൂ. അങ്ങനെ വീണ്ടും ഫ്ലാഷ് ബാക്കിലേക്ക് നമ്മൾ കടക്കുവാണ്. ബ്രൂക്കിന് വെറും 11 വയസ്സുള്ള സമയം. അവനായിട്ട് ഒരു ജനലിലൂടെ ഒരു സാധനം നോക്കിക്കൊണ്ട് നിൽക്കുവാണ്. ഇത് ശരിക്കും നൈസാണല്ലേ? അതേസമയം അതൊരു സ്കൂളാണ്, അതായത് പാട്ട് പഠിപ്പിക്കുന്ന സ്കൂൾ. അവിടെ നിന്ന കുട്ടികളെല്ലാവരും ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് പാട്ടൊക്കെ പാടി അത് പഠിക്കുകയായിരുന്നു. പെട്ടെന്നാണ് അതൊരുത്തൻ കാണുന്നത്. ചെറുക്ക പോകാൻ നോക്ക്, അയ്യോ എന്നോട് ക്ഷമിക്കണം പറഞ്ഞിട്ട് ബ്രോക്ക് അവിടെ നിന്നെടുത്ത് ഓടുകയും ചെയ്യും. ഇവൻ എപ്പോഴും ഉള്ളതാണ് ഇവിടെ നിന്ന് ഒളിഞ്ഞു നോക്കുന്നത്, നീ കാരണം ബാക്കിയുള്ള കുട്ടികൾ ഇവിടേക്ക് വരത്തില്ല. ശരിയാണ്, അവനെന്ത് മണമാണല്ലേ? അല്ല, അവൻ ഈ രാജ്യത്ത് തന്നെ ഉള്ളതാണെന്നൊക്കെ അവിടെ നിന്ന് കുറച്ചധികം പെമ്പിളാരൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ആ രാജ്യത്തെ ജംഗിയാടാണ്. ആ സമയത്ത് കുട്ടി ബ്രോക്കാട്ടെ പാട്ട് പാടിക്കൊണ്ടിരിക്കുവാണ്. അവൻ പാട്ട് പാടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുവാണ്. പക്ഷെ അവന്റെ വരികൾക്കും ഒരു ഈണവോ അങ്ങനെ ഒന്നും തന്നെ ഇല്ലായിരുന്നു. പക്ഷെ ഇതെല്ലാം കേൾക്കാനായിട്ട് കുറച്ചധികം നായകൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഇതേ സമയത്താണ് അവിടേക്ക് ഒരുത്തൻ നടന്നു വരുന്നത്. അല്ല, അത് നീ എഴുതിയ വഴികളാണോ? എന്തായാലും ഒരു കാശിനും കൊള്ളത്തില്ല. ആ പിന്നല്ല, അല്ല ആ കാണുന്നത് അതിന്റെ വയലിനാണ്. വയലിനാണെന്ന് ഞാൻ വിശ്വസിക്കണോ? അതെ, ഞാനിത് ബോട്ടിൽ ഗ്ലാസും വയർസും കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഇത് സൗണ്ട് നല്ലതല്ലെന്നുകൊണ്ട് അവനത് സൗണ്ട് ഉണ്ടാക്കുകയും ചെയ്യും. പക്ഷെ ആ സൗണ്ട് ശരിക്കും ഇറിറ്റേറ്റിംഗ് ആയിരുന്നു. അല്ല, ഞാൻ ഇതിനു മുമ്പ് നിന്നെ ഇവിടെ കണ്ടിട്ടില്ലല്ലോ മിസ്റ്റർ, താങ്കളെന്റെ ഫാനാണോ? ആ സമയത്ത് അവൻ പൊട്ടി ചിരിച്ചുകൊണ്ട് പറയുകയും ചെയ്യും, അങ്കിൽ നീ അങ്ങനെ തന്നെ കൂട്ടിക്കോ. പിന്നെ ഞാൻ മിസ്റ്റർ ഒന്നുമല്ല, എനിക്കൊരു 21 വയസ്സേ ഉള്ളൂ. 21 വയസ്സോ? പക്ഷെ താങ്കളെ കണ്ട ഒരു കിളവനാണെന്ന് പറയത്തുള്ളൂ. എന്തായാലും കുഴപ്പമില്ല. പക്ഷെ താങ്കൾ എനിക്ക് എന്തായാലും അങ്ങനെ വിളിക്കാൻ തോന്നില്ല. ഒരു കാര്യം ചെയ്യാം, ഞാൻ എന്റെ ബിഗ് ബ്രോ എന്ന് താങ്കൾ വിളിച്ചോളാം. പിന്നെ എനിക്കൊരു സുഹൃത്തിനെ കിട്ടിയതല്ലേ, അപ്പൊ ബിഗ് ബ്രോ എന്റെ സുഹൃത്തിന്റെ ഇതായിട്ട് എന്നാ ഇത് കഴിച്ചു പറഞ്ഞിട്ട് അവനായിട്ട് ഒരു ഫുഡ് അങ്ങോട്ട് ഉണ്ടാക്കി കൊടുക്കും. അത് അതിൻ്റെ അകത്ത് ഗ്രാസ് ഹോപ്പേഴ്സും ഫ്രോഗും ഇതൊക്കെയാണ് കിടന്നത്. അത് കാണാൻ തന്നെ ശരിക്കും കുറച്ച് പ്രയാസമായിരുന്നു. പേടിക്കണ്ട, അത് ധൈര്യമായിട്ട് കഴിച്ചോ, അത് ശരിക്കും ടേസ്റ്റ് ഉള്ളതാണ്. ഞാനായിട്ട് നമ്മുടെ മറൈൻസിന്റെ ഷിപ്പ് ഇവിടെ വരാനുണ്ടല്ലോ, അവരുടെ കയ്യിൽ നിന്ന് ഒരു സീക്രട്ട് ആയിട്ടുള്ള കറി പൗഡർ അടിച്ചു മാറ്റാറുണ്ട്, അതിട്ടിട്ടുണ്ട്. ധൈര്യമായിട്ട് കഴിച്ചോ. അത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എല്ലാം കറിയായിട്ട് മാറും. അതുകൊണ്ട് അല്ല, അതിപ്പോ ഒരു സീക്രട്ട് അല്ലല്ലേ, എങ്കിലും കുഴപ്പമില്ല. ബിഗ് ബ്രോ കഴിച്ചതുകൊണ്ട് അവനവിടെ നിന്ന് പൊട്ടി ചിരിക്കുവാണ്. ഈ സമയത്ത് തന്നെ അവൻ ആലോചിക്കുകയും ചെയ്യും, താങ്കൾ ഇത് കഴിക്കൂ, ഇത് ഏറ്റവും ഫ്രഷ്ലി മീഡിയുള്ള സൂപ്പാണ്. അതുമാത്രമല്ല പെൻസിലുള്ള ആ ഒരു മീനുകളെ വെച്ചുകൊണ്ട് ക്രിയേറ്റ് ചെയ്ത ഒരു റെഡ് ബൈനുമുണ്ട്. ഗ്രേപ്പും താങ്കൾക്ക് വേണ്ടി മാത്രം സ്പെഷ്യലി എടുത്തിട്ടുള്ളതാണ്. ആ സമയത്ത് അവനെ ഫുഡ് തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു. യുവർ ഹൈനസ്, ഈ യങ് ലേഡി താങ്കളെ കാണാൻ വേണ്ടി മാത്രം ഇടയ്ക്ക് വന്നിട്ടാണ്, താങ്കളുടെ അക്കാഡമി ജോയിൻ ചെയ്യണമെന്നും പറയുന്നുണ്ട്. അവൾ ശരിക്കും ഇതിന് അർഹയാണ്. ബിഗ് ബ്രോ, താങ്കൾ എന്ത് പറ്റി? താങ്കൾ കരയുകയാണോ? അല്ല, താങ്കളത് കഴിക്കുന്നില്ലേ? ശരിയാണ്,
ഞാനിപ്പോഴും എസ്പെയറിൽ തന്നെയാണെന്ന് എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. കുഴപ്പമില്ല, ഞാൻ കുറച്ച് കാര്യങ്ങളോർത്ത്. അതിനുശേഷം അവനത് അങ്ങോട്ട് കഴിക്കുകയും ചെയ്യും. പെട്ടെന്നാണ് അവൻ ഞെട്ടിത്തെറിച്ചു പോയത്. ആ സമയത്ത് തന്നെ ബ്രോക്ക് പറയുകയും ചെയ്യും, ഞാൻ പറഞ്ഞല്ലേ അത് സൂപ്പറല്ലേ, എനിക്കറിയായിരുന്നു. ഒരു കാര്യം ചെയ്യാം, ഞാൻ എന്റെ ബിഗ് ബ്രോയ്ക്ക് വേണ്ടി ഒരു പാട്ട് പാടിത്തരാം. അത് മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലേ ഇത് എന്റെ ട്രീറ്റ് ആണ് കേട്ടോ, നമ്മൾ കണ്ടുമുട്ടിയതല്ലേ, അതുകൊണ്ട് പൈസ ഒന്നും താങ്കൾ കൊണ്ടുവരുന്നും വേണ്ട. ഒന്നുമില്ലെങ്കിലും താങ്കൾ ശരിക്കും ഭയങ്കര ടൈറ്റ് ആയിരിക്കുമല്ലോ. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. അവർ പലതവണ കണ്ടുമുട്ടി. അവർ രണ്ടുപേരും കൂട്ടത്തിൽ ഹാങ് ഒക്കെ ചെയ്ത് അവിടെ കളിച്ചും ചിരിച്ചൊക്കെ നടക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ ഒരു ദിവസം നമ്മുടെ എസ്പയറിലെ ഒരു പോർട്ടാണ് കാണാൻ സാധിക്കുന്നത്. അത് മറൈൻ എസ്കോർട്ട് ഷിപ്പ് അല്ലേ? അതെ, അതിനകത്ത് ഒത്തിരിയധികം ഇൻസ്ട്രുമെന്റ്സ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. നീ ഇത് സൂക്ഷിച്ച് തന്നെ ഹാൻഡിൽ ചെയ്തോണം. എന്നാൽ ഇതേ സമയം പിന്നെ കാണിക്കുന്നത് ബ്രോക്കിനെയാണ്. അവൻ പറയും ചെയ്യും, ഞാൻ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. പിന്നെ നീ ചുമ്മാ കള്ളം പറയുന്നുമുണ്ട, എനിക്കറിയാം നീ ആ കൊറിയറിന്റെ കൂടെ തന്നെയാണുള്ളത്, ആ ഒരു ഗ്യാങ്സ്റ്റേഴ്സിന്റെ കൂടെ. മര്യാദക്ക് പറഞ്ഞോ, ആ പൗഡർ അല്ലാതെ നീ എന്താണ് എടുത്തത്? നീ വേറെ എന്താണ് ഹൈഡ് ചെയ്യുന്നത്? എല്ലാ തെളിവുകളും നിനക്കെതിരെ തന്നെയാണ്. നീ മര്യാദക്ക് ഇതിനെപ്പറ്റി പറഞ്ഞില്ലെങ്കിൽ പിന്നെ എന്താണ് സംഭവിക്കാൻ പോകുന്നറിയാലോ. ഈ കറി പൗഡർ മാത്രമല്ല, ബാക്കിയുള്ളതൊക്കെ എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. പെട്ടെന്ന് ബ്രോക്ക് പാട്ട് പാടാനായിട്ട് തുടങ്ങി. എന്ത്, നീ പാടുവാണോ? മര്യാദക്ക് നിർത്ത്. എനിക്കറിഞ്ഞൂടെ, എല്ലാവരും എന്നോട് ക്ഷമിക്കണം. എനിക്ക് തോന്നുന്നത് ഇതിന്റെ അവസാനത്തെ പാട്ടാണെന്ന്. അവിടെയുള്ള എന്റെ നായകളും പിന്നെ ബിഗ് ബ്രോ എന്നോട് ക്ഷമിക്കണം. ഇവൻ കാരണം എനിക്ക് ശരിക്കും ദേഷ്യം വരുന്നുണ്ട്. ഇവനെ അങ്ങോട്ട് കൊന്നു കളയാന്ന് പറഞ്ഞ അടുത്ത സെക്കൻഡ് അവൻ ഉച്ചത്തി പാട്ട് പാടിയപ്പോഴാണ് ബ്രോക്കെന്ന് വിളിച്ചോണ്ട് ആ സ്ഥലവും പൊട്ടിച്ചോണ്ട് അവിടേക്ക് ഒരാൾ കടന്നു വന്നത്. അവൻ നല്ല ദേഷ്യത്തിലായിരുന്നു. ബിഗ് ബ്രോ എന്ന് വിളിച്ചോണ്ട് ബ്രോക്ക് കരഞ്ചി. എന്നാൽ ഇത് കണ്ട മറൈൻസ് ഞെട്ടിത്തെറിച്ചു പോയി. അല്ല, അത് പ്രിൻസസ് ലൂവൻ അല്ലേ? എന്ത്, അതൊരു പ്രിൻസ് ആണോ? ബ്രോക്ക്, നീ ജീവനോടെ ഉണ്ടല്ലേ? ഞാൻ വിചാരിച്ചു നീ മരിച്ചു പോയെന്നാണ്. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. അതേസമയം അവന്റെ പുറകെ കുറച്ച് പേര് നടന്നു വരുന്നുണ്ടായിരുന്നു. യുവർ ഹൈനസ്, താങ്കളൊന്നും ബാക്കിലേക്ക് മാറ്. ഇവിടെ ഗാർഡ് ട്രൂപ്സ് ഉണ്ട്, ഞങ്ങൾ അതിനെപ്പറ്റി നോക്കിക്കോളാം. മിണ്ടാതിരി, ഇവന്മാരുടെ കാര്യം ഞാൻ എന്റെ സ്വന്തം കൈ കൊണ്ട് തന്നെ നോക്കിക്കോളാം. എന്റെ ഏറ്റവും നല്ല സുഹൃത്തിനെ ഈ ഒരു അവസ്ഥയിലാക്കി ഇവന്മാരെ വെറുതെ വിടുമെന്നാണ് ഈ പറയുന്നത്. പ്രിൻസസ് ലൂവൻ, ഞാൻ മോഡേൺ ഫാമിലിക്ക് എത്തിയിട്ടുണ്ട്. ആ ഒരു ഡ്രഗ് ഡീലേഴ്സിനെ അവരുടെ കൊറിയറും ബാക്കിയുള്ളവരെല്ലാവരും പിടിച്ചു കെട്ടിയിട്ടുണ്ട്. എന്ത് കൊറിയറോ? അപ്പൊ അവൻ പറഞ്ഞ് സത്യമാണല്ലേ? അവൻ കറി പൗഡർ മാത്രമല്ല എടുക്കാൻ ഇവിടേക്ക് വന്നത്. യുവർ ഹൈനസ്, താങ്കൾ സൂക്ഷിക്കണം. താങ്കൾ ദേഷ്യപ്പെട്ടൊന്നും കാണിക്കാൻ പാടില്ല. അവർ ഗവൺമെന്റ് കൂടെ ഉള്ളതാണ്. ഗവൺമെന്റോ? ഇതേപോലത്തെ നായകളാണ് ഈ ഗവൺമെന്റ് പ്രൊട്ടക്ട് ചെയ്യുന്നെന്നുണ്ടെങ്കിൽ ഈ ലോകം നശിച്ചത് തന്നെയാണ്. അത് ഞാൻ പറഞ്ഞ സത്യമല്ല ക്യാൻഡില. ആ സമയത്ത് അവൾ പറയും ചെയ്യും, താങ്കൾക്ക് ശരിക്കും ആ കാര്യത്തിലൊരു കാര്യമുണ്ട്. അതുകൊണ്ട് താങ്കളോടെ ഞാൻ ഫൈറ്റ് ചെയ്യാം. എന്ത്, ഞങ്ങൾ മറൈൻസ് ആണ്. പക്ഷേ അതേസമയമാണ് അവർ രണ്ടുപേരും കൂടെ ചാടി അവരങ്ങോട്ട് അറ്റാക്ക് ചെയ്യുന്നത്. ഇത് കാണാൻ നേരത്താണ് ബ്രോക്കിന് സത്യം പറഞ്ഞ സോഴ്സ്മാൻഷിപ്പിൽ ഒരു ഇഷ്ടമൊക്കെ തോന്നുന്നത്. അല്ല, നീതി കേട്ടോ, ലേഡിക്കല്ല അവരെല്ലാത്തിനും ഡിസ്ട്രോയ് ചെയ്തു. നമ്മുടെ കൺട്രീനെ അവൾ വീണ്ടും രക്ഷിച്ചു. അങ്ങനെ പിന്നെ കാണിക്കുന്നത് എസ്പീരിയ പാലസ് ആണ്. അവൻ പറയും ബ്രോക്ക്, നീ എഴുന്നേറ്റോ? പെട്ടെന്നാണ് കണ്ണു തുറന്നത്. പ്രിൻസ്, ഒരു കാര്യം പറയാം, ഈ സ്ഥലത്തിന്റെ ഭാവിയെല്ലാം താങ്കളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ബ്രോക്ക്, നിനക്ക് കുഴപ്പമില്ലല്ലോ? അല്ല ബിഗ് ബ്രോ, താങ്കളൊരു പ്രിൻസ് ആയിരുന്നോ? ഇത്ര നാൾ ഒരു പ്രിൻസ് ആയിരുന്നോ? എന്നോട് ക്ഷമിക്കടാ, ഇത് ഞാൻ നിന്നിൽ നിന്ന് മറച്ചു വെക്കാൻ വേണ്ടി വിചാരിച്ചൊന്നുമല്ല. പക്ഷേ നീ ഓട്ടിരുന്ന സമയം എനിക്ക് ശരിക്കും വിലപ്പെട്ടതായിരുന്നു. അത് മാത്രമല്ല, നീ ആ കറിയപ്പെട്ട മോഷ്ടിച്ച കാര്യം അത് ഇവരോട് പറയില്ല കേട്ടോ. ആ സമയത്താണ് അവൾ പറയുന്നത്, ക്യാൻഡിലെ, പ്രിൻസ് ലിയോവൻ ഓരോ സമയത്ത് ഇവിടുന്ന് കാണാതെയപ്പോൾ ഞങ്ങൾ എല്ലാവരും വിചാരിച്ചിരുന്നു അദ്ദേഹം എവിടെ നിന്നൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത്. കാര്യം അദ്ദേഹം തിരിച്ചു വരാൻ നേരത്ത് അതുപോലത്തെ ഒരു അവസ്ഥയിലായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ ഈ കൊച്ചു സുഹൃത്തിനെ കാണാനായിട്ട് നിന്ന് ഇപ്പോഴല്ലേ മനസ്സിലായെന്ന് പറഞ്ഞിട്ട് ബ്രോക്കിനെ ഒന്ന് തൊട്ടപ്പോ ബ്രോക്കിന് അവൾ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. അയ്യോ, എന്നോട് ക്ഷമിക്കണം, നിന്റെ വൂൺസ്. കുഴപ്പമൊന്നുമില്ല. ദേ, എല്ലാവരും പറഞ്ഞേക്കൂ, എന്റെ ഫേവറേറ്റ് ഉള്ള മ്യൂസീഷ്യൻ എന്റെ ക്ലാസ്സിലേക്ക് വന്നിരിക്കുന്നു. ബാരിക്കേഡ്സ് തയ്യാറാക്കൂ. അവനൊരു മ്യൂസിക്കലായ ഇൻസ്ട്രുമെന്റ് നമ്മൾ കൊടുക്കേണ്ടതാണ്. അത് മാത്രമല്ല, ഏറ്റവും ആദ്യമായിട്ട് അവനെ ഒരു സ്കൂളിൽ ചേർക്കേണ്ടതാണ്. അതിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തെന്ന് പറഞ്ഞ് അവനോട് കിടന്ന് ഒച്ച വെക്കുന്നുണ്ട്. ചുരുക്കം പറഞ്ഞ ആ ഒരു പ്രിൻസ്. ഈ സമയത്ത് അവൻ പറയും ചെയ്യും, എസ്പെറിലെ ഏറ്റവും പുതിയ ഒരു സ്റ്റാർ ഇവിടെ ജനനം കൊണ്ടിരിക്കുവാണ് ഇന്നത്തെ ദിവസം. ഇതെല്ലാം ബ്രോക്ക് അവിടെ നിന്ന് കേട്ടോണ്ടിരിക്കുവായിരുന്നു. അവന്റെ കണ്ണുകൾ അവൻ പോലും അറിയാതെ നിറയാനായിട്ട് തുടങ്ങി. സത്യം പറഞ്ഞാൽ ആ ഒരു ദിവസമാണ് ബ്രോക്കിന്റെ ജീവിതം തന്നെ മാറ്റി മറച്ചത്. ഗൈസ്, അടുത്ത വീക്ക് ബ്രേക്കാണ്. സോ ഈ വരുന്ന വെള്ളിയാഴ്ച അടുത്ത ചാപ്റ്റർ കാണുന്നതല്ല.